കുംഭമേള കേരളത്തിൽ വരുന്നു എന്ന് ആദ്യമായി ലോകത്തോട് നമ്മുടെ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം പ്രഖ്യാപിച്ചത് നമ്മുടെ ഈ ചാനൽ ഈ ഫ്ലോറിലിരുന്നാണ്. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. വളരെ അതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മോഹൻജിക്ക് ഒരു കാര്യം പറയാനുണ്ട്. മലയാളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കേരളീയരായ നമ്മുടെ പ്രേക്ഷകരോട് മോഹൻജി നമുക്കെല്ലാവർക്കും ആവേശവും സന്തോഷവും ഉണ്ടാകുന്നൊരു കാര്യം, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വൃന്ദാവനത്തിൽ ഒരു ഗുരുവായൂരപ്പൻ്റെ അമ്പലം ഉണ്ടാവുകയാണ്. ഗുരുവായൂരപ്പൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം എങ്ങനെയുണ്ടോ അതുപോലത്തെ ഒരു ക്ഷേത്രം വരാൻ പോകുന്നു. അതിപ്പോൾ ഒരുപക്ഷെ മോഹൻജി അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് രണ്ട് തരത്തിൽ കൗതുകമുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് ഗുരുവായൂരമ്പലം അതേപടി വൃന്ദാവനത്തിലുണ്ടാക്കുന്നത്? എന്തുകൊണ്ട് വൃന്ദാവനത്തിൽ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എനിക്കറിയേണ്ടത്, മോഹൻജി ഒരിക്കലും മോഹൻജിയുടെ ഒരു സത്സംഗത്തിലും ഒരു ദൈവത്തെക്കുറിച്ചോ ഒരു ഈശ്വരനെക്കുറിച്ചോ പറയാറില്ല. എങ്ങനെ നല്ല മനുഷ്യനാകാം, എങ്ങനെ സുഖമായി സമാധാനത്തോടെ ലോകക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോഹൻജി എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് രണ്ടും ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കും. വളരെ സന്തോഷം. ഗുരുവായൂരപ്പൻ ആക്ച്വലി നമുക്കൊക്കെ ഒരു ബന്ധു പോലെയാണ്. അതായത് ഗുരുവായൂരപ്പനെ മാറ്റിവെച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് മലയാളിയായി ജനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഗുരുവായൂരപ്പൻ നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റാണ്. അതൊരു കാര്യം. അതായത് നമ്മുടെ പേഴ്സണൽ കണക്ഷൻ, ഗുരുവായൂർ അമ്പലത്തിൽ കിട്ടുന്ന ഒരു സംതൃപ്തിയും ആ ഒരു ഫീലിംഗ് ഒന്നും വേറെ കിട്ടില്ല. നമ്മളല്ലാതാവുന്നൊരു മുഹൂർത്തമാണ്. ഒരു മിന്നൽ പോലെ കണ്ടാൽ മതി. അത് ദൂരത്തുനിന്ന് കണ്ടാലും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഒരു അനുഭവമാണ്. അതെല്ലാവർക്കും ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അനുഭവം. പക്ഷേ ഇതൊരു ഈ ഗുരുവായൂർ അമ്പലം വൃന്ദാവനം എന്നുള്ളൊരു തോട്ട് വന്നത് ഒരു അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയൊരു കാര്യമല്ല. കാരണം ഇതിൻ്റെ ഞങ്ങളൊരു കാഷ്വൽ ഡിസ്കഷനിൽ എങ്ങനെയാണ് ഈ വിഗ്രഹം പെർഹാപ്സ് ഈ നമ്മുടെ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാക്കിയൊരു വിഗ്രഹം എന്നാണ് സങ്കല്പം. അതായത് അതായത് ഭൂമിയിൽ സത്യയുഗം തുടങ്ങിയിട്ടില്ല. സത്യയുഗത്തിന് മുന്നേ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷൻ ഉണ്ടെങ്കിലേ ബ്രഹ്മാവുള്ളൂ. അത് ക്രിയേഷൻ ഇല്ലെങ്കിൽ ബ്രഹ്മാവിന് റോളില്ലല്ലോ. അപ്പോൾ അദ്ദേഹം മഹാവിഷ്ണുവിനെ സ്മരിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ പറ്റണില്ല. കാരണം വളരെയധികം വാസ്റ്റും അൺഫാത്തമബിളും പെർസീവ് ചെയ്യാൻ പറ്റാത്തൊരു സൈസാണ് മഹാവിഷ്ണുവിൻ്റെ. അപ്പോൾ അദ്ദേഹം മഹാവിഷ്ണുവോട് പറയാണ്, നിങ്ങളെനിക്ക് കാണാൻ പറ്റണില്ല, പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെ വർഷിപ്പിക്കും, എങ്ങനെ പ്രാർത്ഥിക്കും, എങ്ങനെ പൂജിക്കും? അപ്പോഴാണ് ഈ ഐഡൽ ഒരു ഫൈനൈറ്റ് ഫോം കൊടുക്കുന്നത് എന്നുള്ളതാണ് സങ്കല്പം. അതായത് ശംഖും ചക്രവും ഗദാപത്മൊക്കെ ആയിട്ടുള്ള ഒരു ഫൈനൈറ്റ് ഫോം. അത് ബ്രഹ്മാവ് പിന്നെ ഇവിടെ സത്യയുഗത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ മാനസപുത്രരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് അഗസ്ത്യമുനിയും മറ്റേ ദക്ഷ പ്രജാപതി, അങ്ങനെ പ്രജാപതികൾ ക്രിയേഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ വിഗ്രഹം ഇവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഈ കാര്യങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്കും സസ്റ്റെയിനും ഇവരെ പ്രാർത്ഥിച്ചാൽ മതി. ഇത് മഹാവിഷ്ണുവിൻ്റെ പ്രതിരൂപമാണെന്നാണ്. അത് കഴിഞ്ഞ് ത്രേതായുഗം ദ്വാപരയുഗത്തിൽ വസുദേവർ കാരാഗൃഹത്തിനകത്ത് പ്രാർത്ഥിച്ചിരുന്നു ഇതേ വിഗ്രഹം. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പോയിട്ട് ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ടാക്കി അവിടെ അദ്ദേഹം തന്നെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് അദ്ദേഹം പൂജിച്ചിരുന്നു ഇതേ വിഗ്രഹം. അപ്പോൾ അദ്ദേഹം ഉദ്ധവരോട് പറയാണ്, ഈ ദ്വാരക വെള്ളത്തിൻ്റെ അടിയിൽ പോകും. കാരണം ഇനി വരാൻ പോകുന്നത് കലിയുഗമാണ്. കലിയുഗത്തിന് ഇതൊരു പവർ സെൻറ്റർ കൊടുക്കാൻ പറ്റില്ല. പവർ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പവർ യൂസ് ചെയ്യുന്നത് അധർമ്മികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വെള്ളത്തിൻ്റെ അടിയിൽ പോകും. അതുകൊണ്ട് ഇത് ബൃഹസ്പതിയോട് പറഞ്ഞിട്ട്, അതായത് ദേവഗുരുവിനോട് പറഞ്ഞിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം. ഗുരു എന്നുള്ള പേര് വരുന്നത്. അതെ, വായു. അപ്പോൾ ബൃഹസ്പതി, വരുണൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, വായു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, അഗ്നി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വരുണനെ സങ്കല്പിച്ചു, അത് റിട്രീവ് ചെയ്തു. ഐഡൽ ഓൾറെഡി വെള്ളത്തിനടി പോയി. കാരണം ഉദ്ധവർ പറഞ്ഞപ്പോഴേക്കും ദ്വാരക പ്രളയത്തിൽ മുങ്ങി. അപ്പോൾ അവിടുന്ന് എടുത്തിട്ട് വായുവിനോട് പറയാണ്, നമുക്കിനി തേടി പോവാം. അപ്പോൾ വായുവിൻ്റെ സപ്പോർട്ടിൽ ബൃഹസ്പതി ഇങ്ങോട്ട് വരുമ്പോഴാണ് പരശുരാമനെ കാണുന്നത്. ആ പരശുരാമൻ പറയും, പിന്നെ തെക്കും അവിടെ ഒരു പുതിയ ഭൂമിയുണ്ട്, അവിടെയാണ് പോകേണ്ടത് പറയും. അവിടെ വരുമ്പോഴാണ് ശിവനെയും പാർവതിയും കാണുന്നതും, പിന്നെ നമ്മുടെ വിശ്വകർമാവ് ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കുന്നതും ശിവൻ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതും. ഇങ്ങനത്തെ ഒരു കഥ. ഇതാണ് ഞാൻ അറിഞ്ഞൊരു കഥ, ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ചുള്ള അമ്പലം. അപ്പോൾ വിശ്വാസം. അപ്പോൾ അത് ഞാൻ നമ്മുടെ തന്ത്രി അദ്ദേഹത്തിനോട് ചോദിക്കായിരുന്നു, എന്തുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസൻസ് പോലും വൃന്ദാവനത്തിലില്ലാന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, താൻ അതിന് അമ്പലം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വന്ന് പ്രാണപ്രതിഷ്ഠ ചെയ്യാം.
അപ്പോൾ ഒരു തമാശ രൂപത്തിലാണ് സംസാരിച്ചത്, അതല്ലാണ്ട് ഒരു ചാലഞ്ചോ അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ ആലോചിക്കേണ്ടത് അതിൻ്റെ ഡെപ്തും അതിൻ്റെ സ്കോപ്പും ഒന്നും അടുത്തതാണോ ഇങ്ങനെ ഈ തന്ത്രിയായിട്ട് 4 കൊല്ലം മുന്നേ. 4 കൊല്ലം അതെ, 2003 തോന്നുന്നു. പക്ഷേ എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇന്നമാതിരി അമ്പലം ഉണ്ടാക്കണം, അപ്പോൾ ഭൂമി നോക്കണം പറഞ്ഞപ്പോൾ ഭൂമി കിട്ടണില്ല, വളരെ വിഷമം കിട്ടാൻ. കാരണം ഒരു ഭൂമിയിൽ കുറേ അവകാശികളും, അപ്പം അങ്ങനെ നമുക്ക് നല്ല ഭൂമി കിട്ടണില്ല, അത് വൃന്ദാവനം ഏരിയയിൽ. അവസാനം ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഞാൻ കഥ പറയുന്നില്ല കൂടുതൽ, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. അവസാനം നമുക്ക് ഒരു 9 ഏക്കർ കിട്ടിയിട്ടുണ്ട്. കിട്ടി വൃന്ദാവനത്തിൽ തന്നെ. വൃന്ദാവനത്തിൽ വെച്ചാൽ ഇത് ടുവേർഡ്സ് വൃന്ദാദേവി ടെമ്പിൾ, അതായത് നന്ദഗാവ് അവിടെ, അതായത് ബർസാനയുടെ അടുത്ത്. വൃന്ദാവൻ ഏരിയ വലുതാണല്ലോ, മധുരയുടെ ഡിസ്ട്രിക്റ്റ് തന്നെ. മധുരയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണൻ. കാരണം ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ ഈ രൂപത്തിലാണ് വന്നതെന്നല്ലേ പറഞ്ഞത്. എന്നിട്ടാണ് വസുദേവർ പറഞ്ഞു ഈ രൂപത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സാധാരണ കുട്ടിയായി മാറിയത്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ ഷടാധാര പ്രതിഷ്ഠ വരെ ചെയ്തു, അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം 2027 അറ്റ്ലീസ്റ്റ് ഗർഭഗൃഹം ഉണ്ടാക്കിയിട്ട് പ്രാണപ്രതിഷ്ഠ നടക്കണം എന്ന് വിചാരിക്കണം. അതെ, അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നീങ്ങി, ഒരുപാട് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതായത് ആദ്യം 3 ഏക്കർ കിട്ടി, പിന്നെ ഒരു 3 ഏക്കർ കിട്ടി, പിന്നെ ഇപ്പോൾ ഒരു 3.5 ഏക്കർ കിട്ടി, അങ്ങനെ ഒരു 9.5 ഏക്കർ ഉണ്ട്. എല്ലാം ചേർന്നുള്ള ഒറ്റ പ്ലോട്ടായിട്ട് അടുത്തടുത്തുള്ള പ്ലോട്ട്. അതായത് ഈ ഗുരുവായൂർ അമ്പലത്തിന് 4.5 ഏക്കർ ഉണ്ട്, കുളം എല്ലാം കൂടെ. നമ്മുടെ പ്രപ്പോസ് ചെയ്യുന്ന അല്ല, ഇവിടുത്തെ അപ്പോൾ ഏകദേശം ആ ഫുൾ സൈസ് ഓൾമോസ്റ്റ് അതേപോലെ ഇന്ത്യയിൽ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആ സ്പേസ് വേണ്ടേ, അത്രയും സ്ഥലം വേണം. അപ്പോൾ അതിപ്പോൾ ഏകദേശം മോശമില്ല, ഇപ്പോൾ ഏകദേശം അതായിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ലാൻഡ് കിട്ടിയാൽ നല്ലതാണ്, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കാശും ലാൻഡിന് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇത് ബിൽഡ് ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൊടിമരം കിട്ടി, അതിൻ്റെ ക്യൂറേഷൻ നടക്കുന്നുണ്ട്. അത് 6 മാസം 8 മാസം എണ്ണത്തോണിയിൽ ഇട്ടിട്ടൊക്കെ വെക്കണ്ടേ, എന്നിട്ട് അത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം, എല്ലാം പ്രോപ്പറായിട്ട് അവിടെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ 2 കാര്യം വ്യത്യാസമുള്ളൂ. ഒന്ന്, ഈ ഡ്രസ്സ് മുഴുവൻ അയക്കാൻ പറ്റില്ല, തണുപ്പ് കാലത്ത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അകത്ത് വസ്ത്രം ധരിച്ച് കയറാം. രണ്ടാമത്തെ കാര്യം, ഈ അഹിന്ദുക്കളെന്നൊന്നുമില്ല, ഗുരുവായൂർ ശ്രീകൃഷ്ണ ഇഷ്ടമുള്ളവർക്കൊക്കെ വരാം. അതായത് നമ്മൾ ഒരു ആർക്ക് വേണമെങ്കിൽ വരാം, റെസ്ട്രിക്ഷൻസ് ഇല്ല. ബാക്കി എല്ലാ ചടങ്ങുകളും എല്ലാ ചിട്ടകളും ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മുടെ പൂജാരീതിയൊക്കെ നമ്മുടെ കേരളത്തിലെ 100% ഒരു കോംപ്രമൈസും ചെയ്യില്ല. അപ്പോൾ ഇവിടുത്തെ ഇഫക്റ്റ് അവിടെയും വരണം എന്നുള്ള. ഇത്രയും കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞപ്പോൾ തന്ത്രി എന്ത് പറഞ്ഞു? അത് വളരെ അദ്ദേഹത്തിന് കുറച്ച് വയ്യാണ്ടൊക്കെയായി, വളരെ സ്നേഹമുള്ള അദ്ദേഹം കുറച്ച് വയ്യാണ്ടായി. ഇപ്പം തന്ത്രിയായിട്ട് വേറെ ഒരു തന്ത്രിയാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഫുൾ സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഷടാധാര പ്രതിഷ്ഠ വരെ കഴിഞ്ഞ പോലെ ചെയ്തു. അതെ, അവിടെ എത്തി നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അത് പിന്നെ എനിക്ക് വേണ്ടത് കുറേയൊക്കെ മുമ്പിലേക്ക് പോകുന്നുണ്ട്, നമ്മൾ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം ഇതിൻ്റെ ധനം എങ്ങനെയാണ്? മുഴുവൻ ക്രൗഡ് ഫണ്ടിങ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ പ്ലാറ്റ്ഫോം കാര്യം, അതാണ് നമ്മളങ്ങനെ ചെയ്യണം. അതായത് എല്ലാ കാര്യങ്ങളും പറയും. ഇപ്പോൾ ഇതിൽ ഒരു ബ്രോഷറിൽ, അതുപോലെ ഒരു ബ്രോഷർ, അതായത് എല്ലാ കോസ്റ്റുകളും ട്രാൻസ്പാരൻ്റ് ആണ്. ഇത് പബ്ലിഷ് ചെയ്യും നമ്മൾ, ഇത്ര കാര്യത്തിന് ഇത് യൂസ് ചെയ്തു എന്നുള്ളത്. കാരണം ഇതെല്ലാവരും കാണണം, എല്ലാവരും അത് അറിയണം, അതൊരു കാര്യം. പിന്നെ വേറെ ചില 1-2 അത്ഭുതങ്ങൾ പറയാം. അതായത് ഞാൻ വിചാരിച്ചു ശ്രീകൃഷ്ണൻ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്തിരുന്നത് വൃന്ദാവനത്തിലാണ്. ഗോപികമാരും ഗോപിമാരും ഗോപന്മാരും ഒക്കെ ആയിട്ട് നല്ലൊരു, അത് കഴിഞ്ഞിട്ട് മുഴുവൻ അദ്ദേഹം സീരിയസ് ആയിരുന്നു പല സ്ഥാനത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കുറേ ഗോപിമാർ വേണം. അപ്പോൾ അവിടെ ഒരുപാട് വിധവകളുണ്ട്, 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സ്, ആരും നോക്കാനില്ല. അവർ ഹസ്ബൻഡ്സ് മരിക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ, ഒറീസ ചില ഏരിയയിലൊക്കെ വിധവകളായി കഴിഞ്ഞാൽ അവർ ആരും മുന്നിൽ വരാൻ പാടില്ല. അങ്ങനെയൊക്കെ എപ്പോഴും പലതും കുറച്ച് കാര്യം കുറേയൊക്കെ മാറി എപ്പോഴും ഉണ്ട്. അപ്പോൾ അവരൊക്കെ വൃന്ദാവനത്തിൽ വരും. എന്നിട്ട് അവർക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടാവും, നല്ല പ്രായമുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു 100 പേരെങ്കിലും ഇതേപോലെ ഒരു ജെറിയാട്രിക് 100 പേരെങ്കിലും ഞാൻ, അപ്പം അതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ച് സ്പേസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രൂപ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഒരു വിധവാശ്രമമുണ്ട്, അത് നടത്താൻ പറ്റുന്നില്ല, മോഹൻജിക്ക് എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഓ, അത് ശരി. അതൊന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ 50 ആന 51 ആനയൊക്കെയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ആനേനെ ഇവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ, കാരണം നമുക്ക് അവിടെ അതാണുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടോ അവിടെ? അല്ല, അവിടെ ഇല്ല. അല്ല, അവിടെ ഇല്ല. അല്ല, പക്ഷെ അങ്ങനെ അത് വേണമല്ലോ. ഇപ്പം ഗുരുവായൂരിൻ്റെ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ അതൊക്കെ വേണ്ടേ. അപ്പം ഞാൻ ഡൽഹിയിലിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവിടെ പിന്നെ ഈ വൃന്ദാവനിലേക്ക് പോണ വഴിക്ക് പിന്നെ റെസ്ക്യൂഡ് എലഫൻസ് ഉണ്ട്. അതായത് റെസ്ക്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള ആനകളുടെ ഒരു ഇതുണ്ട്. മോഹൻജി ഒന്നും അവിടെ പോകുകയാണെങ്കിൽ
അവർക്ക് കുറച്ചൊരു പബ്ലിസിറ്റിയും കിട്ടും, കുറച്ചൊരു റവന്യൂ. അപ്പോൾ പോകാൻ പറ്റുമോ ചോദിച്ചു. അതായത് ഒരു ജസ്റ്റ് ഒരു കാഷ്വൽ വിസിറ്റിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവാം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അതിന് ഗുണം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 51 51 കൃത്യം. ഭഗവാൻ കൂടെയുണ്ട്. ഭഗവാൻ കൂടെ ഉണ്ട്. അത് 30 മിനിറ്റ്സോളൂ ഈ അമ്പലത്തിൽ നിന്ന്, ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് 30 മിനിറ്റേ ഉള്ളൂ. ഇവിടുത്തെ പോലെ തന്നെ ഇവിടെയും ഗുരുവായൂർ അമ്പലത്തിൽ 30 മിനിറ്റ് അല്ലേ അത്ര ദൂരമുണ്ട്. അതേപോലെ തൂർക്കോട്ടയിലേക്ക്. അതെ. പക്ഷെ ഇവർ ഇങ്ങോട്ട് കൊടുത്ത് എഴുന്നള്ളിക്കാനൊന്നും പറ്റില്ല, കാരണം അവർ കെട്ടിയിടൊന്നുമില്ല. റെസ്ക്യൂഡ് എലിഫൻസ് ആണ്, അഴിച്ചുവിട്ടിരിക്കുക. അത് 200 ഏക്കർ സ്ഥലത്തുണ്ട്. അത് അപ്പോൾ അത് നമുക്ക് അവിടെ പോയി ആനയൂട്ട് നടത്താമൊക്കെ ചെയ്യാം. അപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ നടക്കും. അപ്പോൾ എങ്ങനെ അല്ല ഞാൻ പറയും, ഇതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ പറയാം. ഇത് ഭഗവാൻ ഓരോരോ കാര്യങ്ങൾ ഓരോ പോയിന്റ്സ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മറ്റേ ഈ കണ്ണൻദേവന്റെ പരസ്യം പോലെ അതെ പ്രകൃതിയുടെ മിശ്രണം ടാറ്റയുടെ പാക്കിംഗ്. അതെ, ഗുരുവായൂരപ്പൻ്റെ പ്രൊജക്ട് നടപ്പാക്കുന്നത് മോഹൻജി. അതെ, അത് ഞങ്ങൾ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് കുറേ ഡിലേ, ഞാൻ പറഞ്ഞു ഡിലേ വന്നു, ഭൂമി കിട്ടണില്ല ഒന്നും. അപ്പോൾ അതിനിടയ്ക്ക് തന്ത്രിക്ക് സുഖല്യണ്ടായി. അതുകൂടെ അപ്പോൾ ഞാൻ പ്രശ്നം വെക്കാൻ പറഞ്ഞു. പ്രശ്നം വെച്ച് നോക്കാൻ പറഞ്ഞു എന്താണ് സംഭവിക്കുന്നത്. ഇത് എൻ്റെ ഈഗോ ആണോ എന്ന് അറിയില്ലല്ലോ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈഗോ ആണെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അത് പ്രശ്നം വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഗുരുവായൂരപ്പൻ പറഞ്ഞു ഇത് എൻ്റെ പ്രോജക്റ്റാണ്, ഇത് നടക്കും. ഇത് മാത്രമല്ല അവിടെ വലിയൊരു അമ്പലം വരും, അത് ലോകത്തിലേക്ക് അറിയപ്പെടുന്ന ഒരു അമ്പലമാവും. അതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും അവരവരുടെ കുടുംബത്തിനും വലിയ ഗ്ലോറി ഉണ്ടാവും. ഞാൻ അവരെ കൊണ്ടുവരുന്നു പറഞ്ഞു. അതിനുശേഷമാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്. അപ്പോൾ എനിക്ക് വലിയൊരു റിലീഫായി. കാരണം ഇത് എനിക്ക് എൻ്റെ ഈഗോ ആണല്ലോ ചെയ്യണം. അപ്പോൾ അത് ഓരോ സ്റ്റെപ്പിലും അറിയാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനെ കഴിവൊന്നും ഫണ്ടില്ല, അങ്ങനെ വലിയ തുക വേണ്ടേ, ഒരുപാട് തുക. ഇപ്പോൾ ഓൾറെഡി ടോട്ടൽ പ്രോജക്റ്റ് ഒരു 100 കോടിൻ്റെ അടുത്ത് വരും. 100 കോടി വേണ്ടി വരും. അത് ഇപ്പോൾ ഗുരുവായൂർ റെപ്ലിക്ക് വരണ്ടേ. പക്ഷെ അവിടേക്കൊന്നും എത്തിയിട്ടില്ല നമ്മൾ, അതിലേക്ക് സ്റ്റെപ്സ് ആയിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ നല്ല ഇപ്പോൾ 9 ഏക്കർ ആയപ്പോഴേക്കും തന്നെ ഒരു 3-4 കോടിയുടെ മേലെ പോയിട്ടുണ്ടാവണം പ്രോപ്പർട്ടിയും പിന്നെ അതിൻ്റെ ഇപ്പോഴുള്ള ചെറിയ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും. അപ്പോൾ അടുത്ത വർഷം പൂർത്തിയാവും. ഇല്ല, ഗർഭഗൃഹവും അത്രേ ഉള്ളൂ. പ്രതിഷ്ഠ അതെ, ബാക്കിയുള്ളത് പിന്നെ ഇത് ഇതേപോലെ ആവണമെങ്കിൽ സമയം എടുക്കും. അറ്റ്ലീസ്റ്റ് 5-6 കൊല്ലം എടുക്കും. അതെ, ഏതായാലും ഒരു വലിയ സന്തോഷമാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഗുരുവായൂർ ഇപ്പം നമ്മളിപ്പം ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന അല്ലെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് നമുക്ക് ആരാധിക്കാൻ ഒരുപാട് മൂർത്തികളും ദേവതകളും ഒക്കെ ഉണ്ട്. ഗുരുവായൂരപ്പൻ മാത്രം എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഏറ്റവും താതാത്മ്യം തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഒരാൾ എന്തൊക്കെയാന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു വികാരമല്ലേ. അതായത് വെറും ഒരു ഭഗവാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരാളും അല്ലെങ്കിൽ നമുക്ക് വിളിച്ചാൽ വിളിയേക്കണ ഒരാള്. റെസ്പോൺസ്. ഗുരുവായൂരപ്പനും അയ്യപ്പനും അങ്ങനെയാണ്. അയ്യപ്പസ്വാമി അങ്ങനെ തന്നെ. അതെ, അയ്യപ്പസ്വാമി അവിടെ ഉണ്ടാവുമല്ലോ, ക്യാമ്പസിലുണ്ട്, അയ്യപ്പസ്വാമി ഉണ്ട്. അതെ, അത് നമുക്ക് എനിക്ക് മലയാളികൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് വന്ന് തൊഴുന്നവർക്ക് ഒരു അമ്പലമാണ്. അതെ, പക്ഷെ നമുക്ക് അതല്ല, നമുക്കൊരു അമ്പലമല്ല. അല്ല, ഗുരുവായൂരപ്പൻ നമുക്ക് വേറൊരാളെ കൂടി, അതൊരു തറവാട്, നമ്മുടെ ഒരു കക്ഷിയാണ്, സ്വന്തം കക്ഷി. അതെ, അതിപ്പോ നമ്മുടെ രജിത് ജി കാരണം ഇപ്പൊ എല്ലാം ഈ മുരുകന് വളരെയധികം പോപ്പുലാരിറ്റി. മുരുകന്റെ പോപ്പുലാരിറ്റി ഉണ്ട്, പക്ഷെ അത് മുരുകന്റെ പോപ്പുലാരിറ്റി ലൈവായി വന്നു. മാത്രമല്ല, അത് ഞാനൊക്കെ ഭയങ്കര ഷോക്കായി പോയി. കാരണം ഇത്രയേറെ മുരുക ഭക്തർ ഇവിടെ ഉണ്ടോ? നമ്മളൊക്കെ കരുതിയിരുന്നത് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ അയ്യപ്പൻ ഗുരുവായൂരപ്പനാണ്. അല്ല, ഒപ്പം തന്നെ ഉണ്ട് മുരുകനും. തമിഴ്നാട്ടിലല്ല, കേരളത്തിലാണ് അതിന്റെ പ്രസൻസ് ഇപ്പോൾ കൂടുതൽ. അല്ല, എന്താ അതിന്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ എത്രയോ പേർക്ക് വളരെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. അതെ, അതിപ്പോൾ അമ്മയുടെ പ്രസൻസ് ഉണ്ട്. അമ്മയുടെ പ്രസൻസ് കൊണ്ട് ലോകത്ത് എന്തോരം പേരാണ് സ്റ്റേബിൾ ആവണം. നമുക്ക് ഇതൊക്കെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ ലോകത്ത്. ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ നെറ്റ് വർത്ത് എന്താ വെച്ചാൽ എത്ര ആൾക്കാരുടെ ഉള്ളിൽ ഞാൻ ജീവിക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ. അതേ ഉള്ളൂ നമ്മുടെ നെറ്റ് വർത്ത്. ബാക്കി സമ്പാദിക്കുന്ന കൂടി ഇട്ടിട്ട് പോകും. അതെ. ഏതായാലും നമ്മുടെ ഗുരുവായൂരപ്പൻ വൃന്ദാവനത്തിൽ കൂടി ഇരിക്കട്ടെ. അതെ, നമുക്ക് ഇവിടുന്ന് നേരെ വണ്ടി കയറി അവിടെ പോയി അവിടെയും ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ടാവും. അതെ, അല്ല, വൃന്ദാവനത്തിലെ മണ്ണ് ഭഗവാന്റെ മണ്ണാണ്. അതെ, ഇത് പിന്നെ നമ്മുടെ ഈ ബർസാനയുടെ അടുത്താണ്, രാധാദേവി താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ്. ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ പഴയ ഭഗവാനെ പണ്ട് അടച്ചിരുന്ന, മാതാപിതാക്കളെ അടച്ചിരുന്ന കാരാഗ്രഹമൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. അതെ, അതൊക്കെയാണ്. പക്ഷെ അതിപ്പോൾ ചിലതൊക്കെ എനിക്കോട് ആ മെയിൻ സ്ഥലത്തിൻ്റെ ഒരു പള്ളിയായി ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ രാമജന്മഭൂമിയും ഇത് രണ്ടും അറംഗസീബല്ലേ. അതെ, മധുര രണ്ട് പള്ളിയാക്കി. മധുര കാരാഗ്രഹം അവിടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരാഗ്രഹം ഉണ്ട്, പക്ഷെ എനിക്കോട് ഞാൻ പോയിട്ടില്ല. ചിലപ്പോൾ ഞാൻ എവിടെയും വായിച്ചിട്ടുണ്ട്. ആക്സസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെയും വായിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അറംഗസേബ് ഇത് രണ്ടും പള്ളിയാക്കി. അതെ, രണ്ടും പള്ളിയാക്കി. രാമജന്മഭൂമി കാശി മധുര കാശിയാക്കി. കാശിയും മധുരയും അവന്റെ അയോധ്യയും ഒന്ന് നമ്മൾ തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ ദിവസം ബോധ്ശാല, ഇപ്പം അത് മസ്ജിദ് അല്ല ക്ഷേത്രമാണെന്ന് ഹൈക്കോടതി വിധിച്ചു. അതെ, അതെവിടെ?
മധ്യപ്രദേശിലെ അത് ശരി. ബോധ്ശാല. ആ, വലിയ വലിയ വാർത്തയാണ്. അത് ശരി. മോഹൻജി നാട്ടിലില്ലാത്ത കാരണം അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിട്ട്. ഏതായാലും വലിയ സന്തോഷം മോഹൻജി. വളരെ ഗുരുവായൂരപ്പൻ ഇനി വൃന്ദാവനത്തിലും കൂടെ ഉണ്ടാവുന്നു എന്നറിയുന്ന വലിയ സന്തോഷമാണ്. അദ്ദേഹത്തിന് ഭഗവാന്റെ നിയോഗം അതെ. മോഹൻജി ഏറ്റെടുത്തിരിക്കുന്നു. മോഹൻജിയെ പോലെയുള്ള ഒരു വലിയ ആചാര്യൻ നമ്മുടെ ചാനലിൽ വരുന്നത് വലിയ സന്തോഷമാണ്. മോഹൻജി നമ്മുടെ കൂടെ ഉണ്ട്. മോഹൻജിയുടെ 1-2 എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. മോഹൻജി എന്താണ് മോഹൻജിയുടെ ചിന്തകൾ, മോഹൻജിയുടെ ജീവിത ദർശനം എന്താണ്, മോഹൻജി ഫൗണ്ടേഷൻ എന്താണ് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ കൂടി നമ്മുടെ ഇന്ത്യ ലൈവിലുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതുകൂടി കാണണം എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. നമസ്തേ മോഹൻജി. താങ്ക് യു സോ മച്ച്.